നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെ NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. പാലക്കാട്ടും തൃശൂരും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് പാലക്കാട് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുമായി വേദി പങ്കിടും. തൃശൂരിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ആവേശം പകരുന്ന ഒരു കാഴ്ചയിലേക്കായിരിക്കും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുപോവുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ പട്ടാളം 24 ആർമി ചേരുന്നു. പാലക്കാട് നിന്ന് ദീപക് തലമടം, തൃശ്ശൂരിൽ നിന്ന് ബിപിൻ സി വിജയൻ, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഷെബീദ് റാവുത്തറും ശ്രീജിത്ത് ശിവകുമാറിനും ചേരും. ഗുഡ് മോർണിംഗ് മൈ ഗൈസ്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, പാലക്കാട് എന്തൊക്കെയാണ് പരിപാടികൾ? ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ പാലക്കാട് വലിയ ആവേശമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഒരുപക്ഷെ NDA ലക്ഷ്യം വെക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശം വിതറാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഞാനിതാ ദൃശ്യങ്ങളിൽ നമ്മുടെ രാജേഷ് വള്ളരി കൊണ്ടൊന്ന് പാൻ ചെയ്യുമ്പോൾ ഇതാ കോട്ട മൈതാനത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വേദിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. കോയമ്പത്തൂരിൽ അദ്ദേഹം വിമാനമിറങ്ങും. കോയമ്പത്തൂരിൽ വിമാനമിറങ്ങിയിട്ട് അദ്ദേഹം നേരെ അതായത് കോയമ്പത്തൂരിലേക്ക് പ്രത്യേക വിമാനത്തിലെത്തുന്നു. അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് നേരെ പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. അവിടെ നിന്നും നേരെ ഈ പ്രധാന വേദിയിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കോട്ട മൈതാനത്തൊരുക്കിയ പ്രധാന വേദിയിൽ എത്തും. ആർക്കും തന്നെ ഇപ്പോൾ പ്രവേശനമില്ല. മാധ്യമങ്ങൾക്ക്, അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് പോലും അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല. പൂർണ്ണമായും ഗേറ്റ് ബന്ദോബസ്ത് ചെയ്തിരിക്കുന്നു. അതിന് കാരണം പ്രത്യേക ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ, അതായത് സാധാരണ പ്രധാനമന്ത്രിയുടെ യാത്ര വരുമ്പോഴുള്ള ഒരു ബ്ലൂ ബുക്ക് സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട്. പിന്നെ പാലക്കാട് ആണെങ്കിൽ ചില അത്തരത്തിലുള്ള ഇന്റലിജൻസ് സൂചനകളുള്ള സ്ഥലമാണ്. കോയമ്പത്തൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. അതുപോലെ പാലക്കാടും ചില മിലിറ്റന്റ് ഇന്റലിജൻസ് ഇൻപുട്ട് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കനത്ത സുരക്ഷാ ക്രമീകരണമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. SPG സംഘം നേരത്തെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഗേറ്റിലൂടെ ആർക്കും ഇപ്പോൾ കടന്നു പോകാൻ, BJP പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോലും അകത്തേക്ക് കടക്കാനുള്ള അവകാശമില്ല, അനുവാദമില്ല എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാട് നിന്നും ഇവിടെ നിന്നുമുള്ള പരിപാടി കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തന്നെ നേരെ തൃശൂർ ഹെലിപ്പാഡിലേക്ക് പോകും. അവിടെ നിന്നും തൃശ്ശൂരിൽ റോഡ് ഷോ. പാലക്കാട് റോഡ് ഷോ പോലും ആ രീതിയിലില്ല. റോഡിലൂടെ പ്രധാനമന്ത്രി പോകുമ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുക കാറിലിരുന്ന് എന്നുള്ളതല്ലാതെ ഒരു റോഡ് ഷോ ഒരുക്കിയിട്ടില്ല. അതും നമുക്ക് മനസ്സിലാവുന്നത് ചില ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തൃശ്ശൂരിലാണ് റോഡ് ഷോ. ആ റോഡ് ഷോ കഴിഞ്ഞ് പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. പ്രധാനമന്ത്രി കേരളത്തിൽ എന്തു പറയും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓശാന പെരുന്നാളാണ്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് BJP ലക്ഷ്യം വെക്കുന്നതാണ്. സ്വാഭാവികമായും ക്രൈസ്തവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ പ്രവചനം ഈ ഘട്ടത്തിൽ നമുക്ക് നടത്താനാകും. മറ്റു വിഷയങ്ങൾ, കേരള രാഷ്ട്രീയം, സർക്കാർ, അതുപോലെ തന്നെ കോൺഗ്രസ്, അതുപോലെ CPM, ഇത്തരം വിഷയങ്ങളിലുള്ള രാഷ്ട്രീയ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായിരിക്കും കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും BJP ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മോഡി കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി തെക്കേ ഗോപുരനടയിൽ തൃശ്ശൂരിൽ ഷെബീദ് റാവുത്തറുണ്ട്. ഷെബീദ്, ഗുഡ് മോർണിംഗ്. ഷെബീദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിൽ എന്തൊക്കെയായിരിക്കും കാര്യം? അവിടെ റോഡ് ഷോ ഉണ്ട്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പത്മജ വേണുവരോട് സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയും വലിയ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവിൽ. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവലം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമല്ല ശ്രദ്ധ കൊടുക്കുന്നത്, അപ്പുറത്തേക്ക് വോട്ട് നേട്ടമടക്കം ഉണ്ടാക്കാൻ ശേഷിയുള്ള മണ്ഡലങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ദേശീയ നേതാക്കൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് എത്തുകയും അവിടുത്തെ സ്ഥാനാർത്ഥികളുമായി റോഡ് ഷോ നടത്തുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം തൃശൂരിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ശേഷം കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ മോദി എത്തും. അതിനുശേഷമായിരിക്കും ഈ റൌണ്ടിൽ, നമുക്കറിയാവുന്ന തൃശൂർ റൌണ്ടിൽ അദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ റോഡ് ഷോ നടത്താനാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ റൌണ്ടിലെ 5 വഴികളിലായി ആളുകളെ നിർത്തി ഈ ആളുകൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കാനുള്ള നീക്കം അതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യം വരുന്നുണ്ട്. ഇനി 11 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുക. പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരം പുത്തരിക്കണ്ടം
ഉത്കണ്ഠ മൈതാനത്ത് നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിയിരുന്നു. തൃശൂർ ആ രീതിയിൽ അവർക്ക് പ്രചരണത്തിന് വക നൽകുന്ന മണ്ണാണ്. ആ മണ്ണിലും നരേന്ദ്രമോദി എത്തുമ്പോൾ അങ്ങനെ ഒരു നീക്കം കൂടി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവസാന ദിവസങ്ങളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കളം കൊഴുക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നുവെങ്കിൽ നാളെ രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പ്രചരണ പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും നടത്തുന്നുണ്ട്. ഏതായാലും വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും തൃശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഈ തൃശ്ശൂരിലെ റോഡ് ഷോ ആരംഭിക്കുന്നത് ജനറൽ ആശുപത്രിക്ക് സമീപം നിന്നാണ്. അവിടെ നമ്മുടെ പ്രതിനിധി ബിപിൻ സി വിജയനുണ്ട്. ബിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ബിപിൻ. ഗുഡ് മോർണിംഗ് SKN. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDAയുടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസവും ആവേശവും അത് NDA ക്യാമ്പിന് BJP പ്രവർത്തകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 50,000-ഓളം പ്രവർത്തകർ ഇന്നത്തെ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതൊരു കളർഫുൾ പരിപാടിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതായത് പുലികളി, മാർഗംകളി, അങ്ങനെ തൃശ്ശൂരിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളെല്ലാമായിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഒരുക്കുന്നത്. ഈ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു യാത്ര, ആ ഒരു റോഡ് ഷോ നടക്കുക. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണുള്ളത്. ഞാൻ നിൽക്കുന്നത് ജനറൽ ആശുപത്രി സമീപത്താണ്. കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം ഇതാ ഈ റോഡിലൂടെ സെന്റ് തോമസ് റോഡ്, ഈ റോഡിലാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെയാണ് റോഡ് ഷോയുടെ ആരംഭം ഉണ്ടാവുക. ഇവിടെ നിന്ന് ആരംഭിച്ചതിന് ശേഷം SKN ഈ ഒരു റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് കാണികൾക്ക്, പ്രവർത്തകർക്കൊക്കെ നിൽക്കാനും പ്രധാനമന്ത്രിയെ കാണാനും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനും കഴിയുകയുള്ളൂ. ഈ സ്വരാജ് റോഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശം പൂർണ്ണമായും അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല. ഒരു ഭാഗത്ത് നിന്നിട്ടായിരിക്കും ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുക. അത്രത്തോളം കർശനമായിട്ടുള്ള ഒരു സുരക്ഷ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ട്രയൽ റണ്ണുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് ശേഷം വലിയ ഗതാഗത നിയന്ത്രണവും ഉണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പത്മജ വേണുഗോപാലിന് വേണ്ടി വോട്ട് ചോദിക്കാൻ നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ വേണുഗോപാൽ. ഇപ്രാവശ്യം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു, പാർട്ടി മാറുന്നു. അങ്ങനെ അതിലെ ഒരു റോഡ് ഷോ അവസാനിക്കുന്നത് ബിനി ജംഗ്ഷനിലാണ്. ശ്രീജിത്ത് ശ്രീകുമാർ ബിനി ജംഗ്ഷനിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും റോഡ് ഷോ ഇവിടെയാണ് സമാപിക്കുക. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നത് നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് ആ വഴിയാണ് കാണിച്ചു വരുന്നത്. തൊട്ടപ്പുറത്ത് പ്രസ് ക്ലബ് റോഡിലൂടെ കടന്നു വന്ന് പ്രസ് ക്ലബിന് മുൻപിലൂടെ കടന്നു വന്ന ബിനിയിലായിരിക്കും സമാപിക്കുക. നമ്മൾ ഇന്നലെ ഇവിടെ വൈകുന്നേരം ഒരു 4:30 മണിയോടുകൂടി അതിൻ്റെ ഒരു ട്രയൽ റൺ നടത്തിയിരുന്നു. വാഹന വ്യൂഹങ്ങളൊക്കെ ഉള്ള ട്രയൽ റണ്ണാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് SPG നൽകിയിരിക്കുന്ന വിവരം. കർശനമായ സുരക്ഷയാണ് ഇന്നലെ മുതൽ ഈ മേഖലയിൽ പൂർണ്ണമായി ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡൊക്കെ കെട്ടി ഈ മേഖല പൂർണ്ണമായി അടച്ചു വെക്കാനുള്ള നീക്കമാണ്. ഇതിന് ഇരുവശം നിന്നായിരിക്കും പ്രവർത്തകർക്ക് കാണാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗം, ഞാൻ നിൽക്കുന്ന ഈ ഭാഗം നിറഞ്ഞാൽ മാത്രം തൊട്ടപ്പുറത്തേക്ക് ആളുകളെ കടത്തിവിടുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് പോലീസിന് SPG ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശമാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമാണ്. പാലക്കാട്, അതുപോലെ തന്നെ തൃശൂർ, എറണാകുളം, കോട്ടയം അടക്കമുള്ള ജില്ലകളിലെ AR ക്യാമ്പുകളിൽ നിന്നടക്കമുള്ള പോലീസുകാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മജ വേണുഗോപാൽ എന്ന സ്ഥാനാർത്ഥി മാത്രമായിരിക്കും വാഹനത്തിലുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ മറ്റു സ്ഥാനാർത്ഥികളെ എനിക്ക് പുറകിലുള്ള അവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് ഈ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുമായി ആശയവിനിമയം നടത്തും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകുമെന്നാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ അല്ലെങ്കിൽ ജില്ലാ ക്യാമ്പ് ഇതിനകം തന്നെ അറിയിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 വനിതാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, പിന്നെ ഇവിടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് മത്സരിക്കുന്നതെന്ന് പൊതുവിൽ പറയപ്പെടുന്ന, അമിത്ഷാ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നതെന്ന് പറയപ്പെടുന്ന പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസ് ക്യാമ്പിലായിരുന്നു. കരുണാകരന്റെ പ്രിയപുത്രി പത്മജ വേണുഗോപാലിന് വേണ്ടി പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുകയാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. SPGയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് തൃശൂർ നഗരം. ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നഗരത്തിൽ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂറോളം ഈ ട്രയൽ റണ്ണിന് വേണ്ടിയും ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. റൗണ്ട് ഏതാണ്ട് അടച്ചിരുന്നു. സമാനമായ രീതിയിൽ മറ്റു വഴികളിലൂടെയായിരിക്കും ആളുകൾക്ക് നഗരത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ള മേഖലകളിലേക്ക് പോകാൻ കഴിയുക. എന്നാലും പ്രവർത്തകർ ഒരു 12 മണി 1 മണിയോടുകൂടി പ്രവർത്തകർ നഗരത്തിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.